Hey guys, welcome to the first episode of വേഗം വികാരം. നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ആനന്ദ്. ഹായ്, എൻ്റെ പേര് ഈശ്വർ. സോ ഞാൻ ഏകദേശം 2014 തൊട്ടാണ് ഫോർമുല 1 കണ്ടു തുടങ്ങിയത്. ആനന്ദ് പക്ഷേ അതിന് മുന്നേ കണ്ടു തുടങ്ങി. കുറേ നാളായിട്ട് കാണാറുണ്ട്. ഈവൻ ഷൂമാക്കർ എറ തൊട്ട് തന്നെ കാണാറുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഫസ്റ്റ് എപ്പിസോഡ്. നമുക്ക് ഒരു മെമ്പറും കൂടെ ഉണ്ട്, അഭിജിത്ത്. ഇന്ന് പെട്ടെന്നൊരു അർജന്റ് കേസ് വന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് എപ്പിസോഡ് തൊട്ട് ഉണ്ടാവുന്നതായിരിക്കും. അവനാണ് പുതിയത്. കാരണം അപ്പോൾ 3 സെപ്പറേറ്റ് ടേക്സ് ആണ്. ഒരുത്തൻ ഫുള്ളി എക്സ്പീരിയൻസ്ഡ്, ഞാൻ പാർഷ്യലി എക്സ്പീരിയൻസ്, ഒരു 10 വർഷമായിട്ട് കാണുന്നുണ്ട്. അഭിജിത്ത് കുറച്ചുകൂടെ ന്യൂവർ വ്യൂവർ ആണ്. ഏകദേശം മാക്സ് വെസ്റ്റാപ്പിന്റെ എറ 2021 ആ സീസണാണോ അത് വെച്ചിട്ട് കണ്ടു തുടങ്ങിയത്? അതിന് മുമ്പ് കണ്ടു തുടങ്ങി, പാർഷ്യലി കണ്ടു തുടങ്ങിയെന്ന് തോന്നുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ ചോദിക്കാം, നേരിട്ട് ചോദിക്കാം. 2021 സീസൺ ആര് കണ്ടാലും ഫോർമുല 1 ഫാനാണ്. അത് വേറെ അതിന് സീസണായിരുന്നു. അതിലോട്ടിപ്പോ പോകുന്നില്ല. നമുക്കിപ്പോ 2025 ലാസ് വേഗസ് GPയുടെ ഒരു അനാലിസിസ് ആൻഡ് പ്രഡിക്ഷൻ. റേസ് കഴിഞ്ഞില്ല, നമ്മളിപ്പോൾ ക്വാളി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു നമ്മുടേതായിട്ടുള്ള ഒരു പ്രഡിക്ഷനും ഒരു അനാലിസിസും വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ലാസ് വേഗസ് സർക്യൂട്ട് ഒരു രക്ഷയില്ലാത്ത സർക്യൂട്ട് തന്നെ സംഭവം. ഐ മീൻ ഇപ്പോൾ സംഭവം റേസിംഗ് ഉദ്ദേശിച്ചല്ലെന്നാണ് തോന്നുന്നത് അമ്മമാരുണ്ടാക്കിയത്. സർക്യൂട്ട് കാണുമ്പോൾ അറിയാം. ബാക്കിയുള്ള സർക്യൂട്ടൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ലേ ഔട്ടാണ്. പിന്നെ ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ട്. മറ്റേ ഡ്രെയിൻ കവർ ഓപ്പൺ ആയി വരുന്ന ഇഷ്യൂസ്, പിന്നെ ബാക്കി സാധാരണ സ്ട്രീറ്റ് സർക്യൂട്ട് പോലത്തെ ആ ഒരു ഗ്രിപ്പ് കിട്ടത്തില്ല. അത് ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു ഈ ക്വാളിഫയിങ് സെഷനിൽ. സോ അതെല്ലാം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വിച്ച് മേക്സ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ 17 ടേൺ ഉണ്ട് സർക്യൂട്ടിൽ. ഏകദേശം 50 ലാപ്പാണ് വരുന്നതെന്ന് തോന്നുന്നു ഫുൾ റേസിൽ, അല്ലേ? സോ അടിപൊളിയായിരിക്കും. നാളെയാണ് റേസ്. സോ ക്വാളിഫയിങ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ലാൻഡോ പോളില്, ദെൻ മാക്സ് സെക്കൻഡ്, തേർഡ് സയൻസ് ആണ് വന്നേക്കുന്നത്. എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? ഒരു വെറ്റ് ക്വാളിഫയിങ് എപ്പോഴും സാധാരണ ത്രില്ലിംഗ് ആവാറുണ്ട്. ഇതും അതുപോലെ ത്രില്ലിംഗ് ആയിരുന്നു. സാധാരണ ഒരു ഈ അടുത്ത കാലത്ത് മേ ബി ഒരു ലാസ്റ്റ് 5 ഇയേഴ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറ്റ് ക്വാളിഫയിങ് മാത്രമല്ല, ഈവൻ റേസ് എടുത്താൽ പോലും ഭയങ്കര സേഫ്റ്റി ഓറിയന്റഡ് ആയിട്ട് അവർ ഒന്ന് സെഷൻ സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കലും നമ്മൾ ഈ വെറ്റ് ടയേഴ്സ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. എൻ്റെ ഈ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സിൽ എനിക്ക് ഒന്നും കണ്ടിട്ടേ ഇല്ല. നമ്മൾ ഈവൻ മീംസ് തന്നെ ഉണ്ട് അതിന്. ഈ ഇഫ് യു എവർ ഫീൽ യൂസ്ലെസ് ഫോർമുല 1 ഹാസ് എ വെറ്റ് ടയർ എന്ന് പറഞ്ഞ അതൊരു മീം തന്നെയാണ്. ആക്ച്വലി വെറ്റ് ടയർ ഒരു ഫുൾ സെഷനിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാണുന്നത് ഇൻ ദ ഒരു റീസെന്റ് പാസ്റ്റ്. ആക്ച്വലി 2014 വരെയൊക്കെ സ്ഥിരം കാണാറുണ്ടായിരുന്നു. പിന്നെ 14 ജൂൾസ് ബിയാങ്കിയുടെ ആക്സിഡന്റിന് ശേഷം പിന്നെ സേഫ്റ്റി ഭയങ്കര കുറവുണ്ടായിരുന്നു. അതിന് ശേഷം അവർ എക്സ്ട്രാ കോഷ്യസ് ആയിരുന്നു. 2021 ബെൽജിയം എടുത്ത് കഴിഞ്ഞാൽ അറിയാം, ജസ്റ്റ് ആ റേസ് സ്റ്റാർട്ട് ചെയ്തു സേഫ്റ്റി കാറിൽ ജസ്റ്റ് 2 ലാപ്സ് സംതിങ് ആയപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തു. ജസ്റ്റ് സ്പ്രേ കാരണം വിസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ റേസ് എനിക്കൊന്ന് റേസിന് ഈ സെയിം കണ്ടീഷൻ ആണെങ്കിൽ അവന്മാര് വെറ്റ് സമ്മതിക്കാൻ ചാൻസ് ഉണ്ടോ? കാരണം ക്വാളിഫയിങ് ആകുമ്പോഴത്തേക്കിനും ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അതായത് ഫ്രണ്ട് റണ്ണിങ് കാറും അതിന്റെ പുറകെ വരുന്ന കാറിന് തമ്മിൽ നല്ല ഗ്യാപ്പ് ഇട്ടല്ലേ അവന്മാര് എടുക്കത്തുള്ളൂ. ഐ മീൻ ക്വാളിഫയിങ് റൺ എടുക്കത്തുള്ളൂ. പക്ഷെ റേസ് അങ്ങനെ അല്ലല്ലോ, എല്ലാവരും ബൺസ്റ്റ് അപ്പ് അല്ലേ ഫസ്റ്റ് ഫ്യൂ ലാപ്സ് ഒക്കെ. അപ്പോൾ കൂടുതൽ റിസ്ക് ആയതുകൊണ്ട് ഐ മീൻ FIAയുടെ ഇപ്പോഴത്തെ
ആ ഒരു സിറ്റുവേഷൻ ഐ മീൻ സ്വഭാവത്തിൽ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. ക്വാളിഫൈങ്ങിൽ സമ്മതിച്ചാലും റേസിൽ എനിക്ക് തോന്നുന്നില്ല ഈ സെയിം കണ്ടീഷൻ ആണെങ്കിൽ വെറ്റ് വെച്ച് റേസ് ചെയ്യിപ്പിക്കുന്നു. ആ സ്പ്രേന്റെ അത്രയും സ്പ്രേ വരുമ്പോഴത്തേക്കും ആ വിസിബിലിറ്റി ഇഷ്യൂ വരുന്ന പറഞ്ഞ എന്താ പറയാ, എനിക്ക് തോന്നുന്നു റേസ് പ്രഡിക്ഷൻ ഡ്രൈ ആണെന്നാണ് ഇവരുടെ ഫോർകാസ്റ്റ് പറയുന്നത് തോന്നുന്നു. പിന്നെ ഫോർകാസ്റ്റ് വെച്ചിട്ട് പറയാൻ പറ്റില്ല. ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാറും. സെറ്റപ്സ് പലരും വെറ്റിനെ ഫേവർ ചെയ്യുന്ന ഹൈ ഡൗൺ ഫോഴ്സ് ആയിട്ട് വെച്ചേക്കുന്നതായിരിക്കും. അവർക്കൊക്കെ അടിയായിരിക്കും അത്. ലോ ഡൗൺ ഫോഴ്സ് ഇതിൽ സാക്രിഫൈസ് ചെയ്തവരെ കുറെ പേര് അവർക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ഡൗൺ ഫോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ഒന്നാമതേ ഗ്രിപ്പില്ല സർക്യൂട്ടിന്. അപ്പോ വെറ്റും കൂടെ ആകുമ്പോഴത്തേക്കിനും ഡൗൺ ഫോഴ്സ് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ടേൺ 40-നും 50-നും ഒരു രക്ഷയില്ലാത്ത ഓവർ സ്റ്റിയറാണ്. എല്ലാ എണ്ണം ഓവർ സ്റ്റിയറിംഗ് ആണ്. ഒരുമാതിരി ഇല്ല, മറ്റേ ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് കൊണ്ടുപോകണത് ആ രണ്ട്. കാരണം അത് സിക്സ് ആക്കട്ടില്ലേ പോകുന്നത്. ആ സേവും ഒരു രക്ഷയില്ലായിരുന്നു. ആ സേവ് അത് കാണുമ്പോ എനിക്ക് ക്ലാക്സന്റെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ മറ്റേ അവൻ ഒരു കുഴിക്കാത്ത വണ്ടി പോവാതെ നിർത്തുമല്ലോ, ജസ്റ്റ് ഫ്രണ്ടിൽ വന്ന് ടോപ്പ് ഗിയർ ഓർമ്മ ഉണ്ടോ? ഒരു കുഴിയാണ്, അതിന്റെ തൊട്ട് മുമ്പ് that was close. Oh no. Do not pretend you've got clean pants because I know you haven't. Mini poos shot out of my A-line. അമ്മാതിരി സേവായിരുന്നു. വേറെ ലെവൽ. അതുകൊണ്ട് ഡൗൺ ഫോഴ്സ് ഹെവി ഇഷ്യൂ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ടയർ മാനേജ്മെന്റ് എനിക്കൊന്ന് മെർസിഡീസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലോണം മാനേജ് ചെയ്യാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. കാരണം അമ്മാർക്ക് എനിക്കൊന്ന് ടെമ്പറേച്ചർ നല്ല ലാസ്റ്റ് വേസ് ഏകദേശം ട്രാക്ക് ടെമ്പറേച്ചർ 13 ഡിഗ്രിയോ 14 ഡിഗ്രിയോ എന്തോ ആണ്. എയർ ടെമ്പറേച്ചർ അതിന്റെ ഇന്നും കുറവാണ്, 12-13. സോ എനിക്ക് തോന്നുന്നു മെർസിഡീസിനെ ഫേവർ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഈ സർക്യൂട്ട്. ലാൻഡോടെ പ്യുവർ പേസ് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. അതിനോ പോളിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതോ അഡ്വാൻറ്റേജ് ആണ്. ലാൻഡോ വേഴ്സസ് മാക്സ് ഫസ്റ്റ് കോർണർ ഇൻസിഡന്റ് എന്തെങ്കിലും കാണുമോ എന്നുള്ളതും കണ്ടറിയാം. അതുവരെ നല്ല ചാൻസ് ഉണ്ട്. കാരണം മാക്സ് നല്ലൊരു ഈ റേസ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് മാക്സിന്റെ ചാമ്പ്യൻഷിപ്പ് ചാൻസ് നല്ലോണം കുറയുമെന്ന് തോന്നുന്നു. ലാൻഡോ ജയിച്ചു മാത്തമാറ്റിക്കലി മാത്രമേ കാണുള്ളൂ. ജസ്റ്റ് പിന്നെ അവന്റെ കയ്യിലില്ല ഇപ്പൊ പോലും. എനിക്ക് തോന്നുന്നില്ല, വളരെ സ്ലിം ചാൻസസ് ആണ്. എനിക്ക് തോന്നി എല്ലാ റേസ് ജയിച്ചാലും ലാൻഡോ സെക്കൻഡ് എല്ലാത്തിനും നിന്ന് കഴിഞ്ഞാൽ ലാൻഡോ തന്നെ ചാമ്പ്യൻഷിപ്പ് ആവും. മാർജിൻ ഉണ്ടായിപ്പോയി. ഇപ്പൊ ഫോർമുല 1 ആണ്, എന്ത് സംഭവിക്കാം. ഒരു ക്രാഷ് മതി എല്ലാം റീസെറ്റ് ആവാൻ. എന്ത് വേണം സംഭവിക്കാം. സോ റസൽ സ്റ്റാർട്ടിങ് 4th ആണല്ലേ? റസൽ ആക്ച്വലി വെറ്റ് ടയേഴ്സില് എനിക്ക് Q1 Q2 അവൻ തന്നെ ഡോമിനേറ്റ് ചെയ്തായിരുന്നു. Q3 ആ ഇന്റേഴ്സ് വന്നപ്പോഴാണ് അവന്റെ പേസ് കുറഞ്ഞു ശരിക്കും. എനിക്കൊന്ന് ഫ്രീ പ്രാക്ടീസ് 2 ഡ്രൈ റണ്ണിങ്ങും ഇന്ററപ്റ്റ് ആയല്ലേ റെഡ് ഫ്ലാഗ് കാരണം. അതെ അതെ, ആരുടെ ഒരു നോർമൽ റണ്ണിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു എക്സ്പെരിമെന്റൽ ഇതൊക്കെ ആയിട്ടുള്ളൂ. ഒരു അൺനോൺ ആയിരിക്കും റേസ്, അവരുടെ സെറ്റപ്പ് റേസ്. പിന്നെ പിയാസ്ട്രിയുടെ സംഭവമാണ് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു മിഡിൽ ഓഫ് ദ സീസൺ വരെ വേറെ ലെവൽ ഫോം, പിന്നെ ഒരു ഡൗൺ ഹില്ലായിരുന്നു അവന്റെ പെർഫോമൻസ്. ശരിക്കും കിമി റായ്ക്കണന്റെ സ്റ്റൈൽ ഒരു ഐസ് മാൻ നമ്പർ 2 ഐസ് ആ ഒരു ഇതായിരുന്നു. പക്ഷെ അത്രയ്ക്ക് ഫസ്റ്റ് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വന്നാലും ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു മെന്റൽ കേപ്പബിലിറ്റി ഒക്കെ ഉള്ളത് ആളായിരുന്നു. പക്ഷെ
അത് മാത്രമല്ല, അത് എങ്ങനെ പെട്ടെന്ന് ഇത്രയും കാർ ഡിഫറൻസ് വരുന്നത് പെർഫോമൻസ്. ഇത്രയും നാളും ഈക്വലി പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു 2 ടീംമേറ്റ്സ് ആണ്. പെട്ടെന്ന് ഒരു റേസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഡിഫറൻസ്. അതായത് P8 P6 ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മിഡിൽ ആ ഒരു ഓർഡറിൽ നിന്ന് അവന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ക്വാളിഫൈങ് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഉടായ്പ നടക്കുന്നുണ്ട്. ഓക്കെ, അതെ, അങ്ങനെയല്ലെന്ന് പ്രതീക്ഷിക്കാം. സോ വിയർഡ്. അത് ഭയങ്കര ഓടാണ്. പെട്ടെന്ന് ആക്ച്വലി ഒരു പിന്നെ മെയിൻ സംഭവം ദ ഹ്യൂജ് ഫ്ലോപ്പ് ഓഫ് ക്വാളിഫൈ മറന്നുപോയി. അയ്യോ, അത് ഭയങ്കര വിഷമമായിരുന്നു. അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഈ സീസൺ അയ്യോ തലേ കൈ വെച്ചിരിക്കുകയാണ്. ഒരു മീൻ മെഷീൻ ആയിട്ട് വന്നിരിക്കുകയാണ്. റേസിംഗ് മെഷീൻ അല്ല, അതൊരു മീൻ മെഷീനാണ്. P20 എനിക്കൊന്ന് P20 അവസാനം സ്റ്റാർട്ട് ചെയ്തത് ഹാമിൽട്ടൺ എനിക്കൊന്ന് 2021 ബ്രസീലാണെന്ന് തോന്നുന്നു. അത് ടീമിന്റെ പ്രശ്നം കൊണ്ടോ അവന്റെ പ്രശ്നം കൊണ്ടൊന്നും അല്ല, അവന്റെ എന്താ ഒരു പെനൽറ്റി കിട്ടിയതിന്റെ ആ ഒരു ഇഷ്യൂ എന്തോ അല്ലായിരുന്നു. P20 സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു P21 ഉണ്ടെങ്കിൽ ഫെറാറി അവനെ P21 ആക്കും. അവന്റെ ആ കമ്മ്യൂണിറ്റി, അഡാമിയും ലൂയിസുമായിട്ടുള്ള ബോണോയും ലൂയിസുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രിയും, ഈ ഇപ്പൊ ഉള്ള അഡാമിയും ഹാംപ്ടണുമായിട്ടുള്ള ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം. അത് എനിക്ക് മനസ്സിലാവാത്ത, ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് റേസെങ്കിലും റേസ് എഞ്ചിനീയറെ മാറ്റി ഒരു പുതിയൊരു റേസ് എഞ്ചിനീയറിനെ വെക്കാം എന്നുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് അവർ എടുക്കുന്നില്ലല്ലോ എന്നാണ്. കാരണം ഇപ്പൊ ഒരു ഡ്രൈവർ ആദ്യത്തെ ഒരു 5-6 റേസ് പെർഫോം ചെയ്തില്ലെങ്കിൽ ഡ്രൈവറിനെ മാറ്റും. ഐ മീൻ റെഡ് ബുള്ളൊക്കെ അത്ര സ്ട്രിക്റ്റ് അല്ലേ. ലോസൺ ആദ്യത്തെ 4 റേസ് പെർഫോം ചെയ്തില്ല, അവൻ അപ്പോഴേ തട്ടി റെഡ് ബുള്ളിൽ നിന്ന്. പക്ഷെ ഇവിടെ ഇത്രയും വലിയൊരു ടോപ്പ് പെർഫോമിങ്, ഇത്രയും വലിയ ബഡ്ജറ്റുള്ള ഒരു ടീം ഫെറാറി, അതിന്റെ ആ ഒരു ലെഗസി ഒക്കെ ഉള്ളപ്പോ ഇങ്ങനത്തെ ഈ പെർഫോമൻസ് കാണുമ്പോൾ ആർക്കും ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് ആയിട്ടല്ലേ തോന്നത്തുള്ളൂ. ഇത്രയും മോശമായിട്ട് ഐ മീൻ സുനാഡോ വരെ അവന്റെ ഫ്രണ്ടിലാണ്, ബോട്ടിലട്ടോ ഫ്രണ്ടിലാണ്, എല്ലാം. ഇത് ആലോചിക്കുന്ന പ്രശ്നമുണ്ട്. അതൊരു വല്ലാത്തൊരു ഫ്ലോപ്പ് ആയി പോയി. അത് ലാസ്റ്റ് വേഗസ് അത് ആ ഒരു ഫോർമുല 1 ആ ബിഗസ്റ്റ് ഒരു മൂവ് ആയിരുന്നല്ലോ ഇത് രണ്ടും. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഓക്കെ ഒന്ന് സീരീസ് ഇറങ്ങുമ്പോ ഒക്കെ റിട്ടയർ ആവും എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഒരു ഓക്കെ ഒരു 2 or 3 സീസൺസ് അത് കഴിഞ്ഞിട്ട് റിട്ടയർ ആവും. അപ്പോഴത്തേക്കും ആന്റണലിയുടെ ആന്റണലിയെ അകത്തോട്ട് കയറ്റണം. ഇപ്പോൾ ലൂയിസിനെ മാറ്റണം എന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് മറ്റേ 1 year കോൺട്രാക്ട് അല്ലെങ്കിൽ 2 year കോൺട്രാക്ട് അങ്ങനെ കൊടുക്കാനായിരുന്നു. ലൂയിസിന് 3 year കോൺട്രാക്ട് വേണമായിരുന്നു. അപ്പം ആ ഒരു ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ ടീം അത്രയൊരു സ്നേഹം കാണിച്ചില്ല എന്നുള്ള ഒരു ഇതാണ് ലൂയിസ് ഫെറാറിയിലോട്ട് ഒരു ചായ വന്നത്. പിന്നെ അവര് എന്തിനും തയ്യാറാണെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അവിടുത്തെ കൾച്ചർ ജോൺ എൽക്കൺ ഇവരുടെ അതൊരു എൻ്റയർ എപ്പിസോഡ് എടുക്കാനുള്ള അത്രയും ഉണ്ട്. അത് ശരിയാണ്. അയ്യോ, അതൊരു സെപ്പറേറ്റ് കഥയാണ്. എന്റെ പൊന്നെ, ആ ന്യൂസ് കണ്ടപ്പോഴേ എനിക്ക് കലി കറിയായിരുന്നു. എന്റെ കസിനുണ്ട് ഒരു ഫെറാറി ഫാൻ, അവരോടുണ്ട്. അവനാണെങ്കിൽ തലയെ കൈ വെച്ചിരിക്കുകയാണ്. എല്ലാ റേസ് കഴിയുമ്പോഴത്തേക്കും അവന്റെ ഡിപ്രഷനാണ്. എന്താണ് ഒരു മോചന ആ മാനേജ്മെന്റ്, ടോപ്പ് മാനേജ്മെന്റ് മാറാതെ ഞാനൊരു ഇത് കാണുന്നില്ല. അതൊരു ബിഗ് ഇഷ്യൂ ആണ്. ബാക്കി എല്ലാം കേപ്പബിൾ ആണ്. കിഡല 2 ഡ്രൈവർ, ചാൾസ് അടിപൊളിയാണ്, വേറെ എല്ലാം ഓക്കെയാണ് അവർക്ക്. ജസ്റ്റ് ഓഫ് ദ ട്രാക്ക് നടക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക്.
ബാക്കി കാറ് എനിക്ക് തോന്നുന്നില്ല അത്ര മോശമാണെന്ന്. നല്ല സെറ്റപ്പ് ആണ്. പേസ് ഉണ്ട് അവർക്ക്, ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പേസ് ഉണ്ട്. കാരണം ലെക്ലർക്ക് വേഴ്സസ് നോറിസ് ആ ഒരു ഫൈറ്റ് കിടിലമായിരുന്നു. നല്ലോണം ഡിഫെൻഡ് ചെയ്തു വന്നു. അവസാനം നടന്നില്ല, എന്നാലും സ്റ്റിൽ നല്ലോണം ഡിഫെൻഡ് ചെയ്തു. എന്നാണ് മാക്സ് ജയിച്ചത്, ചാൾസ് കാരണം. ഇത്രയും കിടലും ഡ്രൈവേഴ്സ് ഹാമിൽട്ടണും ലെക്ലർക്ക് ഇവർ രണ്ടുപേരുണ്ടായി, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് രണ്ടുപേരുണ്ടായിട്ടും അത് അതെ റീസെന്റ് ജോൺ എൽക്കൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഡ്രൈവേഴ്സ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ. ഇപ്പൊ ആക്ച്വലി ഫെറാറിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഏതെടുത്താലും, ഈ ട്വിറ്ററോ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഏതെടുത്താലും കമന്റില് നിങ്ങൾ ഏതെടുത്താലും ഒരു മേബി ഒരു ടോപ്പ് 50 കമന്റ്സും ഹാഷ്ടാഗ് എൽക്കൻ ഔട്ട്. ആ ഫെറാറിയുടെ ആ ഹാർഡ് കോർ ഫാൻസ് വരെ ഈ പുള്ളിയെ ഒന്ന് പോയി തന്നാ മതി എന്നായി അത്രയ്ക്ക്. എന്നാ അതിനുശേഷം ഈ ബോസിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഈ ഇപ്പോഴത്തെ ഈ ലാസ് വേഗസിന്റെ പ്രസ് കോൺഫറൻസിൽ എല്ലാരും ഭയങ്കര ഡിഫെൻസീവ് ആയിട്ട് അപ്പൊ തന്നെ പോസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇന്റേണൽ പോളിറ്റിക്സിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ അത് സോൾവ് ചെയ്യാനുള്ള അല്ല അവരെ നോക്കുന്നത്. ആ ഒരു അതാണ് അറ്റ്ലീസ്റ്റ് എന്തായാലും ഈ വർഷം എങ്ങനെ പോട്ട്. എനിക്ക് തോന്നുന്നില്ല എഞ്ചിൻ അലോക്കേഷൻ ആയിട്ട് ഇതൊരു ചാൻസ് എടുക്കുന്നു. കാരണം എന്തായാലും നെക്സ്റ്റ് ഇയർ പുതിയ എഞ്ചിനും ഫുള്ള് റെഗുലേഷൻ എല്ലാം മാറും. അല്ല അത് അല്ല എനിക്ക് തോന്നുന്നു അത് മേ ബി അവർ യൂട്ടിലൈസ് ഇപ്പം മേ ബി ബഡ്ജറ്റ് അലൊക്കേഷന്റെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആക്ച്വലി ഫേവറബിൾ ആണ്. ഒരു ഡെഫിനറ്റ്ലി ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് കിട്ടും. കൺട്രോൾ ഇലക്ട്രോണിക്സും എഞ്ചിനും ട്രാൻസ്മിഷൻ ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഓക്കെ പിറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു അറ്റ്ലീസ്റ്റ് ലോങ് ടേം ആ ബഡ്ജറ്റ് അതാണ് വിഷയം. ഈ ലാസ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ക്രാഷ് കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് അവരുടെ കണ്ടിജൻസി ഒക്കെ കഴിഞ്ഞ് തീരാറാവും. അപ്പോഴത്തേക്കും ഇത് അലൊക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് ഇത് ലോങ് സ്ട്രൈറ്റ്സ് ഉണ്ട്, ഓവർടേക്കിംഗ് പോസിബിൾ ആണ്. പിന്നെ വരുന്ന നെക്സ്റ്റ് റേസസിന് ആ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് കിട്ടും. എന്തായാലും നത്തിങ് ലൂസ്. എനിക്ക് തോന്നുന്നു ഇനി ഈ റേസ് ഇനി ഹാമിൽട്ടൺ ഡാമേജ് കൺട്രോൾ ആണ്. അവൻ ഇനി അങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് മേ ബി മിക്സ്ഡ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് മഴ ഇടയ്ക്ക് ഡ്രൈ വരുവാണെങ്കിൽ അവന് ഫേവർ ചെയ്യും. അത് നല്ല ഒരു സേഫ്റ്റി കാർ അങ്ങനത്തെ വരുവാണെങ്കിൽ അത് നൈസ് ഒരു സംഭവമാണ്, അത് ഫേവർ ചെയ്യും. അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ഡാമേജ് കൺട്രോൾ. എങ്ങനെയെങ്കിലും ഒരു പീറ്റൻ എത്താൻ നോക്കുക, ഒരു പോയിന്റെങ്കിൽ ഒരു പോയിന്റ് മാക്സിമം. ലെറ്റ്സ് സീ. സോ പ്രൊഡിക്ഷൻസ് എന്ത് പറയുന്നു? ഇനി ആകെപ്പാടെ 3 റേസും കൂടെ ഉള്ളൂ. 3 റേസ് 83 പോയിന്റ്. ലാൻഡോ പിയാസ്ട്രി പോയിന്റ്സ് ഡിഫറൻസ് എത്രയായിരുന്നു? ലാൻഡോ മാക്സ് ആയിട്ടുള്ള പോയിന്റ്സ് ഡിഫറൻസ് എനിക്കറിയാം, 49. ലാൻഡോ ആൻഡ് പിയാസ്ട്രി പോയിന്റ്സ് ഡിഫറൻസ് 24 പോയിന്റ്സ് ആണ്. സോ അത് വലിയൊരു ഡിഫറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിയാസ്ട്രി സ്റ്റാർട്ടിങ് ഫ്രോം ദ ബാക്ക് ആണ്. ഐ മീൻ നോട്ട് ഈവൻ ഫസ്റ്റ് 2 ലൈനിൽ നിന്നും അല്ല തുടങ്ങുന്നത്. അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ചാൻസസ് നോക്കാം. ബട്ട് സ്റ്റിൽ ഇറ്റ് വുഡ് ബി ടൈറ്റ് അല്ലേ? സോ എന്ത് പറയുന്നു? ഒരു ലാൻഡോയ്ക്ക് ഇപ്പൊ മേ ബി ഒരു DNF വന്നു കഴിഞ്ഞാൽ എല്ലാം ലെവലായി. ഓൾമോസ്റ്റ് എല്ലാവരും 3 പേരും കൂടെ അടുത്തെത്തും. നെവർ സേ നെവർ, MotoGP പറയുന്ന പോലെ. Okay, എന്റെ prediction Max for the win, Lando second and Russell third. Okay. Oh, Russell in podium. അടിപൊളി. Safe ആയിട്ട്. സോ എനിക്ക് തോന്നുന്നു സെയിം മാക്സ് മിക്കവാറും ഫസ്റ്റ് മാക്സ് മിക്കവാറും ഫസ്റ്റ് കോൺട്രയിൽ തന്നെ മിക്കവാറും ലാൻഡോനെ ഓവർടേക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സേഫ് ആയിട്ട് കളിച്ചാലേ പറ്റും.
Yeah. So Max P1, second Norris, third Charles. Let's see. Charles. Yes, I'm going Okay. with Ferrari. Order. Be prepared for disappointment. റസൽ കൊള്ളാം, ബട്ട് മെർസീസ് നല്ല ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട്, പക്ഷെ മിസ്റ്റേക്സ് കുറച്ച് കൂടുതൽ വരുത്തും റസല്. Of course, അത് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ലാസ്റ്റ് കഴിഞ്ഞ വട്ടം അവർക്കൊരു ഈ സർക്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റേ ടെമ്പറേച്ചർ ഇതൊക്കെ എപ്പോഴും ഫേവറാണ്, ലോ ടെമ്പറേച്ചേഴ്സ്. ഫെറാറിക്ക് ആക്ച്വലി നേരെ തിരിച്ചു. പണ്ട് ആക്ച്വലി തിരിച്ചായിരുന്നു ഇവര്, ആക്ച്വലി ക്യാരക്ടറിസ്റ്റിക് നേരെ ഇപ്പൊ വൈസ് വേഴ്സ. അപ്പൊ എന്തായാലും നാളത്തെ റേസ് കണ്ടറിയാം. എല്ലാരും ഫോർമുല 1 ജസ്റ്റ് ട്യൂൺ ചെയ്ത് തുടങ്ങുന്നവരൊക്കെ കണ്ടു തുടങ്ങാം. നല്ലൊരു ടൈമാണ് കണ്ടു തുടങ്ങാനായിട്ട്. കാരണം ഇനി 3 റേസ് ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ് സ്റ്റിൽ ഓൺ ആണ്. നോറിസ് വേഴ്സസ് പിയാസ്ട്രി വേഴ്സസ് വെർസ്റ്റാപ്പൻ ആണ് ഫോർ ഫൈറ്റിംഗ് ഫോർ ദ ചാമ്പ്യൻഷിപ്പ്. നോറിസ് ഒരു 70% ചാൻസ് മിക്കവാറും അവനായിരിക്കും ചാമ്പ്യൻ, അൺലെസ് ബാക്കി എന്തെങ്കിലും ക്രാഷോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 2021 സീസണിന്റെ ഒരു റീമേക്ക് പ്രതീക്ഷിക്കാം. മക്ലാരന്റെ ആ ഒരു ഇടപെടൽ ഉണ്ടാവാതിരുന്നാ മതിയാ. അത് മാത്രം മതി. അത് മിക്കവാറും ഇനി കാണാൻ തോന്നില്ലേ. ഇനിയും അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ PS3 മിക്കവാറും മക്ലാറിന്റെ ഗരാജിത്താണ് ആ സാക് ബ്രൗണിട്ട് കൊടുക്കും, ഇട്ട് പെരുമാറും അവന്. മിക്കവാറും മാർക്ക് വെബർ തന്നെ അതാണ് മതി. ഒന്നും ചെയ്യത്തില്ല, അവൻ സംസാരിക്കില്ല, വെബർ കൊടുത്തു. Okay, so let's wind up. See you tomorrow for the race. Okay.